നമ്മൾ ഇതിനെ പോവാണ്, മലമ്പുഴയിൽ റോപ്പ് വേയിൽ പോകണം കേട്ടോ. അവിടെ മലമ്പുഴ ഡാം. ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഒപ്പം അടുത്ത ആരുമില്ല. 5 സീറ്റാണ് പോയത്. അപ്പോൾ 2 സീറ്റിൽ അളിയനും പെങ്ങളും പോയി, 1 സീറ്റിൽ ഞാനും പോയി, പപ്പയമ്മയും പോയി. ഇങ്ങനെയുള്ള ബസ്സാണ്. ഇടിച്ചിടിച്ചിടിച്ചാണ് അങ്ങനെ പോന്നു. ഇപ്പോൾ ഒന്നുമില്ല, ബാക്കി ടിക്കറ്റ് നോക്കിയത് കടലിലേക്ക് കയറാം. കടലും കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഡിസംബറിലെ ലാസ്റ്റ് ഇതായ 28-ാം തീയതി എറണാകുളത്തെത്തണം. അവിടെ തിരുവോണം ഒക്കെ കാണാം. അങ്ങനെ ഇപ്പം മേൽക്കൂടെ ആണല്ലോ കയറി പോണത്. ഓക്കെ, ഇത്രയും കഴിച്ചു. ണെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത്? സത്യം പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ മലമ്പുഴ ഡാമിനുണ്ട് ചെടികൾ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും കാണാൻ അത്ര ഭംഗിയായിട്ടൊന്നും ആയില്ല. എല്ലാം പുല്ല് കയറി പിടിച്ച് നശിച്ചു പോയി. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സമയത്ത് വരില്ല കേട്ടോ. ഈ തണുപ്പ് കാലത്തൊന്നും മിക്കവാറും വരരുത്. മലമ്പുഴ ഡാമിൽ കയറുകയാണെങ്കിൽ മലമ്പുഴ ഡാം കാണാൻ കയറാം, നല്ല വ്യൂ ഉണ്ടാവും, അത് ഗ്യാരൻറ്റീഡ്. പിന്നെ ഉള്ളത് റോപ്പ് വേ. ഈ രണ്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരാം, കണ്ട് ആസ്വദിക്കാനൊക്കെ ആയിട്ട്. പാപ്പയമ്മ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ, അളിയനും പെങ്ങളും പോയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നാലാണ് ഞാൻ വരുന്നത്. എന്തായാലും കാണാം. കുറച്ച് നേരം എന്നെ പോകണം, പക്ഷേ തന്നെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് അവിടെ പോകണുള്ളൂ. ഇല്ല ഇതൊന്നുമില്ല, തൊട്ട് പിന്നാലെ വരണം അങ്ങനെ ഇതൊന്നുമില്ല. സ്പീഡ് മിനിമം സ്പീഡ് ഇത്ര രീതിയിലാണ് പോകുന്നത്. കണ്ടോ, എൻ്റെ തടിയിൽ ചെറിയൊരു തോട് പോലെ ഉണ്ടെങ്കിൽ അതിനകത്ത് ആമ്പലിൻ്റെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് ആമ്പലൊന്നും വളർന്നിട്ടില്ല, ആമ്പലും താമരയൊന്നും വളർന്നിട്ടില്ല. എല്ലാത്തും ചെളി പിടിച്ചിരിക്കുക, പായലൊക്കെ ഇട്ട്. ശരിക്കും മലമ്പുഴ ഡാമിൻ്റെ മറ്റേ ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം വരുന്നില്ലേ, അതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ കണ്ടോ. അങ്ങനെ അവിടുന്ന് വരുന്ന വെള്ളമാണ് ഇങ്ങനെ ഒഴുകിയാണ് പോകുന്നത്. ചെറിയ വെള്ളം എപ്പോഴും പുറത്ത് പോകുന്നുണ്ടാവും, എന്തായിരിക്കും നമുക്ക് കാണില്ല, എൻ്റെ വിശ്വാസം. അങ്ങനെ വേണ്ട മലമ്പുഴ 2 ഹൗസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്രോസ് ചെയ്യാൻ നടന്നു പോകാനൊക്കെ ആയിട്ട്. അപ്പം പോയില്ല, ഉള്ളിക്കൂടെ തന്നെ പറക്കിന് ഉൾക്കൂടെ നടക്കാനുള്ള വഴി തന്നെയാണ് ഇത്. പിന്നെ അപ്പുറത്ത് റോഡ് മലമ്പുഴയിൽ നിന്ന് പാലക്കാട് ഭാഗത്തൊക്കെ അങ്ങോട്ട് ഭാഗത്ത് പോകണമെന്ന് റോഡൊന്നും ഓർമ്മയില്ല. ഒരിടം പോയിട്ടുണ്ട് ആ വഴി, ചെറുപ്പത്തിൽ പോയതാണ്. പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. ഇപ്പോൾ ഈ 2 ഉള്ളു. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് മലമ്പുഴ പാർക്കിൻ്റെ ഏരിയ കഴിഞ്ഞു. ഇങ്ങോട്ടേക്കില്ല, അത് മെയിൻ റോഡാണ്. നമ്മൾ ആ കണ്ട റോഡല്ലേ, ആ റോഡിൽ തന്നെയാണിത്. ഒന്നും ചെയ്യണ്ടേ, അതുപോലെ തന്നെ നൈസായിട്ടൊന്ന് ഒരു സൗണ്ടും അല്ല. സോറി, അത് മലമ്പുഴ ഡാമിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. വണ്ടി കിട്ടില്ല. എൻ്റെ ബാക്കിൽ ആ നമ്മളവിടെ ടോപ്പിലെത്തല്ലോ,
ആ ടോപ്പിലാണ് നമുക്ക് എന്താണ് അത്ര നമ്മുടെ വണ്ടിയിലൊക്കെ പോകുന്നതൊക്കെ കാണാം. മലമ്പുഴ ഡാമിൻ്റെ മേൽക്കൂടെ എന്തെങ്കിലും ക്ലിയർ ആവുന്നുണ്ടോ? ആയിരിക്കും സ്ഥലം മോശമാണ്, കാരണം ഗ്ലാസ്സിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് വരാങ്ങനെ കോരിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്, സ്റ്റീലാണ്, പ്ലാസ്റ്റിക് അങ്ങനെ പോകുന്നു. അതിന് പെങ്ങളും പോട്ട് പാടേണ്ടി വരും. മെയിൻ കൂടെ അങ്ങനെ പോകട്ടെ. നമുക്ക് മലമ്പുഴ ഡാമിൽ കാണാനേ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ വരണമെങ്കിൽ അങ്ങനെ ഒന്ന് നടന്നിങ്ങോട്ട് ക്രോസൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല പല ഇങ്ങനെ തൂക്ക് പാലം എന്ന് പറഞ്ഞു. പാലത്തോട് നിങ്ങൾ ക്രോസ് ചെയ്ത് വന്നിട്ട് വീണ്ടാണെങ്കിൽ അപ്പുറത്തുള്ള അങ്ങനെ നടന്നു പോകാം. ഈ മലമ്പുഴ ഡാമിൽ മേൽക്കൂടെ കയറി പോകണമെങ്കിൽ അങ്ങനെയും പോവാം, അതിനേറെ ഫ്രീ ആണ്. പക്ഷെ മലമ്പുഴക്ക് ഡാം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. പക്ഷെ റോപ്പ് വേക്ക് അപ്പോഴും വേറെ ടിക്കറ്റ് എടുക്കണം. പക്ഷെ നമ്മൾ മലമ്പുഴ ഇങ്ങനെ കാണാൻ വരുമ്പോൾ നമുക്ക് മലമ്പുഴയുടെ എന്ത് ചെയ്യാം, മലമ്പുഴക്കുള്ള ഈ ഡാം ഉൾപ്പെടെ കാണാൻ ഫീ വരുന്നില്ല, അതും കൂടി ഇൻക്ലൂഡാണ്. പോവും അവിടെയൊക്കെ വെച്ചിട്ട് എന്തൊക്കെ തിന്നുണ്ടോ ചെറാ അങ്ങനെ ഹലോ മിസ്റ്റർ പറയണ, ഹലോ. ഇതെൻ്റെ ആളേനും പെങ്ങളും അതെ ഷേക്കിന് കരുതുന്നുണ്ട്. വ്ളോഗിങ് ചെയ്യണ്ടൊക്കെയാ. എൻ്റെ പിതാമഹന്മാർ എൻ്റെ മാതാപിതാക്കൾ അവരും വരുന്നുണ്ട്, കാണുന്നുണ്ട്. വ്ളോഗിങ് കേട്ടാ. അയ്യോ കറങ്ങി കഴിഞ്ഞു. അയ്യോ നമ്മൾ തിരിച്ച് വീണ്ടും ആ മറ്റേ എന്തിലേക്ക് തന്നെ വീണ്ടും പോവുക. ചാട്ടം ചാടി നമ്മൾ പോവുകയാണ്. ആദ്യം അവിടെയും കണ്ടില്ല കുട്ടി. ഹലോ. അങ്ങനെ നമ്മൾ വീണ്ടും റോഡിൻ്റെ മേൽക്കൂടെ കയറി വന്നിരിക്കുന്നു. ബസ്സിൻ്റെ ലോറിൻ്റെ മുൻകൂടെ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആകാശ യാത്രയാണ്. ബസ് ചെയ്യണം റോപ്പ്. അങ്ങനെ റോപ്പ് വേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് രസമാണ് അങ്ങനെ പോവാൻ. വീതി പറയുന്നുണ്ടോ? അല്ല അല്ലത്തെ ഒരു വീതി തന്നെ. ഡാൻസ് കളിച്ചാണോ? ഡാൻസ് കളിക്കുന്ന മരയ്ക്ക് അല്ല, ഡാൻസ് കളിച്ചിട്ട് പറയാം അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ. അതെ ഹായ്. അങ്ങനെ പോകുന്നു. ആണല്ലേ കുറേ കൂട്ടർക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ? രണ്ടാമത് സെൽഫി എടുക്കാവുന്നതാണ്. എത്താ ആ ചെരുപ്പൊരു പോകണോ?
ഹലോ. അങ്ങനെ ഇതിൻ്റെ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ക്രൂഷ്യൽ സ്റ്റേജാണ്. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. മറ്റേ നമുക്ക് ഇവിടെ നിന്ന് കറങ്ങി വന്ന് റോഡിൽ നമ്മൾ എങ്ങനെയെങ്കിലും കറങ്ങി അടിച്ച് വന്നിട്ട് വന്നെടുക്കും. അതിപ്പോൾ അത് പറ്റില്ല. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ഇങ്ങനെ ഇതിലുണ്ടോ അതുണ്ട്. ഇങ്ങനെ നമ്മളത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണത്. മുമ്പ് വന്നിട്ടുണ്ട്, ചെറുപ്പത്തിലാദ്യം വന്നിട്ടുണ്ട്. ഹായ്. കണ്ടാ മലമ്പുഴ ഡാമിൻ്റെ ഹീറ്റ് തുടങ്ങിയിട്ട് തുടർച്ചയായി വീഡിയോ എടുത്തിട്ട് ഇത് പറ്റിട്ട് അങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് എത്ര മിനിറ്റ് എടുക്കുമോ അറിയില്ല. ഇങ്ങനെ ഒറ്റയ്ക്കായി പോയി. ഉടനെ തന്നെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അല്ല ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പോവാം. രസമല്ലേ? ടാറ്റാ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നീങ്ങുന്നത് നമ്മളിതുകൊണ്ട് എനിക്ക് പറഞ്ഞ സ്റ്റൈലോട്ട് ഇരിക്കുക. അതിൻ്റെ മേളിൽ സാധനം എടുക്കാറുണ്ട്. അത് ക്ലിപ്പിൽ ലോക്ക് വെച്ചിരിക്കുക. സഡൻ ഡിസ്റ്റൻസ് ആകുമ്പോൾ അടുത്തതേപോലെ റോക്കിങ് മറ്റേ ക്ലാമ്പൊക്കെ വെച്ചു അനിമൽ കൂടെ പോകും. കണ്ടില്ല കിട്ടി. ചിലരുടെ അമ്മ അതാ എപ്പോൾ കരുതാ അതാണ് ഹരോ അങ്ങനെ എന്നെ അടുത്ത പരിപാടി എന്നത് ഡാമാണ് കേട്ടോ. ഡാമിന് എങ്ങനെയാണ് വ്യൂസ് വരാമെന്ന് നമുക്കറിയില്ല.
പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. അത് എൻ്റെ അളിയും കിടന്നു. ഇപ്പം എൻ്റെ പപ്പയും അമ്മയും കഴിഞ്ഞു. ആളെയും വന്ന അതിനകത്ത് വേറെ ആൾക്കാർ കയറി. അമ്മയും പപ്പ വന്ന ഇതിനകത്ത് വേറെ ആൾക്കാർ കയറി. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അവിടെ വെച്ചിട്ട് ബാക്കി പിന്നെ അങ്ങനെ സൂക്ഷ്മമായി ഇറങ്ങി അടിപൊളിയായിട്ട് ഇറങ്ങി പോവുകയാണ്. താങ്ക് യു മലമ്പുഴ ഡാം. നെക്സ്റ്റ് ഈ വഴിയാണ് ഇറങ്ങുന്നത്. നെക്സ്റ്റ് കൺട്രി കയറുന്ന വഴി കാണിച്ചല്ലോ കേട്ടോ നിങ്ങൾക്ക്. സോറി.